സോ ഗൈസ്, ശ്രീ ഹിയർ. iOS 18 എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുക, അല്ല അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഗൈസ്, ജസ്റ്റ് ഇതൊന്ന് കേട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഒരു മിക്സ്ഡ് മസാല ഒപ്പീനിയനാണ് എനിക്ക് iOS 18 കുറിച്ച്. ഞാൻ നമ്മുടെ ടെക് കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ടെക് കമ്മ്യൂണിറ്റിയിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴും മനസ്സിലായി, ഭയങ്കര വെറൈറ്റി ഓഫ് ഒപ്പീനിയൻസാണ്. പിന്നെ അവരോട് വരെ കോൾ ചെയ്ത് ചോദിച്ചു, അവരോട് വരെ അവരുടെ എക്സ്പീരിയൻസ് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്ന്. ഗൈസ്, ദ തിങ് ഇസ്, iOS 18 ഇപ്പം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊരു പക്ക ക്ലിയർ കട്ട് ആൻസർ കിട്ടി. നിങ്ങൾ iPhone 14 പ്രോയ്ക്ക് ഉപരി ഉള്ളതാണെങ്കിൽ, എന്ന് വെച്ചാൽ സിംപ്ലി ഡൈനാമിക് ഐലൻഡ് ഉള്ള ഡിവൈസ് ആണെങ്കിൽ ഞാൻ പറയും ഗൈസ്, നിങ്ങൾ ഗോ ഹെഡ് ആൻഡ് അപ്ഡേറ്റ്. കാരണം ഡൈനാമിക് ഐലൻഡ് ഉള്ള ഡിവൈസിനകത്ത് ഭയങ്കരമായ ബാറ്ററി ഡ്രെയിൻ, ഭയങ്കരമായ റിഫൈൻമെൻറ്റ് ഇഷ്യൂസ്, ഭയങ്കരമായ ബഗ് സ്പാൻ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇറ്റ് ഇസ് ക്ലിയർ, നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ സെയിം ടൈം iOS 18, iPhone 13, 14, 12 എന്താ പറയുക, നോൺ ഡൈനാമിക് ഐലൻഡ് ഡിവൈസസിനെ കുറിച്ച് എങ്ങനെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അതൊരു മിക്സ്ഡ് ഒപ്പീനിയനാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് iOS 18 കുറച്ച് നല്ല ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ടുണ്ട്. അതിനകത്ത് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ രണ്ടെണ്ണം, ഒന്ന് വോയിസ് മെയിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഈ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആപ്പ് ഐക്കൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്യാം. അത് ഓൾസോ എന്നെ സംബന്ധിച്ച് നല്ല. പിന്നെ കൺട്രോൾ സെൻറ്റർ അവസാനമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ തന്നെ വലുതാക്കാം, ചെറുതാക്കാം, 2-3 പേജസ് ആക്കാം. ഇറ്റ് ഇസ് ഓൾസോ ഗുഡ്. ഐ ട്രാക്കിംഗ് ഉണ്ട്. അത് ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ അല്ലാത്തവർക്ക് ഒരു ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞാൽ കൗതുകമൊക്കെ പോകും. പിന്നെ ഈ മോഷൻ സിക്നസ്സിനെയൊക്കെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. ലിറ്ററലി അതൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് അപ്ഡേറ്റ് വിത്ത് സം ഗുഡ് ഫീച്ചേഴ്സ്. പക്ഷേ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആ ഒരു iOS 18 കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രോമിസ് ചെയ്ത ഫീച്ചേഴ്സ് ലൈക്ക് ആപ്പിൾ ഇൻ്റലിജൻസ്. അതൊന്നും അവർക്കറിയാം iOS 18 നല്ല പോളിഷ്ഡ് അല്ല, നല്ല റെഡിയല്ല. അതുകൊണ്ട് ശരിക്കും iOS 18 എക്സ്പീരിയൻസ് ഞാൻ വിശ്വസിക്കുന്ന iOS 18.1 തൊട്ടേ കിട്ടി തുടങ്ങും. അതുകൊണ്ട് iPhone 14, 13, 12 താഴെയുള്ള നോൺ ഡൈനാമിക് ഐലൻഡ് ഫോൺസ് ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ. ഗൈസ്, ബാറ്ററി ഇഷ്യൂ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. നല്ല രീതിയിൽ ബാറ്ററി ഡ്രെയിൻ ഉണ്ട്. എനിക്കൊരു നല്ല എമൗണ്ട് ഓഫ് സ്ക്രീൻ ഓൺ ടൈം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹീറ്റിങ്ങും ഇച്ചിരി കൂടിയിട്ടുണ്ട്. ദാറ്റ് സേസ് ദ സോഫ്റ്റ്വെയർ ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇറക്കിയല്ല. രണ്ടാമത്തേന്ന് വെച്ചാൽ അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലിറ്ററലി ആപ്പ് ക്രാഷസ്. എനിക്ക് ഗൂഗിൾ ക്രോമൊക്കെ ഇച്ചിരി നേരം ഓപ്പൺ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥകളുണ്ട്. ഗൂഗിൾ ഓപ്പൺ ചെയ്യും, ഒന്നും വരത്തില്ല. ഗൂഗിൾ വീണ്ടും ഓപ്പൺ ചെയ്യും, ഒന്നും വരത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും വന്നില്ല. അവസാനം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. മൂന്നാമത്തെ ഏറ്റവും വലിയ ഇഷ്യൂസ്, ഇത് ഒട്ടും റിഫൈൻഡ് അല്ല. എന്ന് വെച്ചാൽ അനിമേഷൻസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ക്ലട്ടേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. ലിറ്ററലി റിയൽ ലൈഫിൽ നമ്മളിപ്പം ഈ 3 പേജ് ഇങ്ങോട്ട് പോയെന്ന് വെച്ചോ, ഇവിടുന്ന് കണ്ടോ ആ ഒരു ബഗ്ഗി ഒരു അനിമേഷൻ പോലെ, ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു ഒഴുകി പോണ ഫീൽ അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും മേജറായിട്ടുള്ള വേറൊരു ഇഷ്യൂ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ്, ലിറ്ററലി ദി എമൗണ്ട് ഓഫ് ബഗ്സ് ഐ ഫേസ്. 1-2 ഒന്നുമല്ല, ഡെയിലി ഇപ്പോൾ 1-2 ബഗ്സ് വെച്ച് എൻകൗണ്ടർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാൻ ഇത്രയേ ഉള്ളൂ, ക്വിക്കായിട്ട് വീഡിയോ ചെയ്യാൻ. സോ ഗൈസ്, എനിക്കതുകൊണ്ട് സിമ്പിൾ വേർഡിക്റ്റ് തരാൻ പറ്റും. നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡ് ഇല്ലാത്തൊരു ഫോണാണ്, പഴയൊരു ഫോണാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണ്ട, iOS 18.1 വരെ വെയിറ്റ് ചെയ്യുക. അതേസമയം ഡൈനാമിക് ഐലൻഡ് ഉള്ള ഫോണുകളിലെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. അവർ അത്യാവശ്യം ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. സോ അതാണ് എനിക്ക് പറയുള്ളൂ. പിന്നെ ഗൈസ്, ഇതിനകത്തൊക്കെ ഇങ്ങനത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. അതിനകത്ത് ഫുൾ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ പടപടയെന്ന് വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. ശ്രീ ഹിയർ, ലവ് യു. ഒപ്പീനിയൻസ് താഴെ തരണം, എന്നാലേ നമുക്കിത് യൂസ്ഫുൾ ആക്കാൻ പറ്റും.